നമസ്കാരം കൂട്ടുകാരെ, കെവിൻ സാം ആണ്. ഇന്ന് നമ്മളിപ്പോൾ അങ്ങനെ L2 എമ്പുരാൻ കാണാൻ വേണ്ടി നമ്മൾ പോകുന്നത് സിറ്റി സെന്റർ ദേറയിലാണ്. എങ്ങനെ ഇരിക്കും പടം എന്ന് ഒരു ഐഡിയ ഇല്ല. സത്യം പറഞ്ഞ റിവ്യൂയോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല. ഇടയ്ക്ക് ചില അഭിപ്രായങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടായിരുന്നു, ഏതോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പക്ഷെ ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ കൂടുതലൊന്നും നോക്കാൻ പോയില്ല. കാരണം ഒത്തിരി നോക്കി കഴിഞ്ഞാലേ സ്പോയിലർ അങ്ങ് അറിയാതെ കണ്ടുപോയെന്തേ. അപ്പോൾ ഏതായാലും നമ്മളങ്ങനെ കണ്ടു. അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ പോവാണ്. സമയം 6:30 ഷോ ആണ് വൈകുന്നേരം. അപ്പോൾ 6:30 ഷോ ഇപ്പം മണി ഇപ്പം 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം 2 hours 1 hour 1.5 hours ജേണിയാണ്. കാരണം ഇവിടുന്ന് സിറ്റി സെൻറ്റർ തരും അല്ലാതെ. അപ്പോൾ അല്ലാതെ അവിടം വരെയുള്ള യാത്രയാണ്. കാരണം അതിൻ്റെക്ക് ട്രാഫിക് ഒക്കെ ഉണ്ട്. ഇപ്പം റമദാൻ ടൈമാണ് ദുബായിൽ. അപ്പം എല്ലാവരും വീട്ടിലോട്ട് പോകുന്ന സമയമാണ് ഇത്തിരി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 3:30-4 മണി കഴിഞ്ഞിട്ട്. ട്രാഫിക്കും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങാൻ നോക്കുന്നത്. അപ്പം ഇനി യാത്രയിലോട്ട് ഇനി തുടരാം. അപ്പൊ യാത്ര കഴിഞ്ഞിട്ട് സിറ്റി ബസ്സിന്റെ നീളം കിട്ടും. ഇതുപോലത്തെ ഒരു ബസ് നമ്മുടെ നാട്ടിൽ വരികയാണെങ്കിൽ എൻ്റെ പൊന്നു എന്താ അവസ്ഥ. ട്രാഫിക് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് മനുഷ്യന് ശല്യം ചെയ്യും. ഇത് ഈ ബസ്സിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലെമോസിൻ കാറില്ലേ, നമ്മൾ UAE-യിലും അമേരിക്കയിലും കാനഡയിലും ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന അതേ ഒരു ഫീല് തന്നെയാണ് ഈ ബസ്. പക്ഷേ നമ്മളിപ്പോൾ ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ട്രാഫിക്കോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഒന്നുമില്ലേ. പക്ഷേ പൊന്നു മക്കളെ, ട്രാഫിക് ടൈം പീക്ക് അവേഴ്സിലല്ലേ, ആ സമയത്ത് ഈ ബസ്സിൽ കയറുമ്പോൾ എൻ്റെ പൊന്നോ, ട്രാഫിക് എന്ന് പറഞ്ഞാൽ അന്യായ ട്രാഫിക്കാണ്. ആ വണ്ടി തിരിയുന്നത് കണ്ടോ, വണ്ടി അങ്ങോട്ട് റൈറ്റിലോട്ട് തിരിയുമ്പോൾ ഏതാണ്ട് നമ്മൾ സ്റ്റേക്ക് ആൻഡായിട്ടുള്ള പാമ്പല്ലേ, പാമ്പ് എഴുതുന്ന പോലെ ഇല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഗെയിമിൽ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ. അത് പ്രത്യേകിച്ച് അകത്തു നിന്നുള്ള വ്യൂവിൽ അത്രയ്ക്കും അങ്ങോട്ട് ഫീൽ കിട്ടത്തില്ല. പക്ഷെ പുറത്തു നോക്കുമ്പോഴേ ഈ റൗണ്ട് അബൌട്ടിലൊക്കെ തിരിക്കുമ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് യൂട്ടേൺ അടിക്കുമ്പോഴൊക്കെ എൻ്റെ പൊന്നു അതൊന്ന് കാണേണ്ടത് തന്നെ. ലിമോസിൻ കാറൊക്കെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാം ഒരു സ്ട്രെയിറ്റാണ്, പ്രത്യേകിച്ച് വളവും തിരിവൊന്നുമില്ല. ഇതിനകത്ത് കണ്ടോ എങ്ങോട്ടും ഇങ്ങോട്ട് വളവും തിരിവുള്ളതുകൊണ്ട് കാണാൻ നല്ല രസമാണ്. പ്രത്യേകിച്ച് അകത്തു നിന്നാണെങ്കിൽ നമുക്ക് ആ ഫ്രണ്ടിലെ ആ ഒരു പോർഷൻ ഇങ്ങനെ തിരിയുന്നത് കാണാം. നമ്മുടെ വെളിയിൽ നിന്നാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും, നമുക്കത് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ മക്കളെ, നമ്മള് ദേറയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇവിടെ 24 ബസ് നിങ്ങളെല്ലാവരും കാഴ്ച കണ്ടേ. നല്ല നീളം കൂടിയ, ഇത് എൻ്റെ പുറകെ ഇരിക്കുന്ന നീളം കൂടിയ നല്ല അടിപൊളി ബസ്. നല്ല യാത്രയായിരുന്നു. 1/2 മണിക്കൂർ എടുത്തോളൂ. പിന്നെ റേറ്റ് 3 ദിർഹംസേ ഉള്ളൂ ഇവിടെ ടിക്കറ്റ് റേറ്റ് കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്, ബസ്സിൽ കയറുമ്പോൾ സ്വൈപ്പ് ചെയ്തിട്ടേ കയറാൻ പാടുള്ളൂ. കാർഡുള്ളവർ, നോൾ കാർഡ്. ഓക്കെ, നോൾ കാർഡ് ഉള്ളവർക്ക് കയറാൻ പറ്റത്തുള്ളൂ, അത് വേറൊരു വിഷയം. അപ്പം നോൾ കാർഡൊക്കെ ഉള്ളവർ, നോൾ കാർഡ് കൊണ്ട് അറിയാവുന്നവർ സ്വൈപ്പ് ചെയ്ത് കയറുക. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, 200 ദിർഹംസ് ആയിരിക്കും നിങ്ങളുടെ ID കാർഡിൽ പെനാൽറ്റി ആയിട്ട് ഇടുന്നത്. പിന്നെ നിങ്ങളുടെ UAE-യിൽ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ 200 രൂപ അടച്ചിട്ടേ നിങ്ങൾ ഇറക്കത്തുള്ളൂ. അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഒരു ദേറ സിറ്റി സെൻറ്റർ വരെ ഒരു 1/2 മണിക്കൂറത്തെ നടപ്പുണ്ട്. ഇവിടെ ഒരു ഇച്ചിരി ദൂരെയുള്ള സ്ഥലത്താണ് മാറ്റി ബസ് നിർത്തിയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം. നാട്ടിലെ പോലെ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തത്തില്ല. അപ്പോൾ നടന്നു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 1/2 മണിക്കൂർ എടുത്തുള്ളൂ. ട്രാഫിക്കും എല്ലാം കൂടെ ഭയങ്കര കൂടുതൽ സമയം നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷേ പ്രതീക്ഷ പോലെ ഇല്ലായിരുന്നു, കുറവ് സമയം എടുത്തോളൂ. അപ്പം നമുക്കിനി നടന്ന് തുടങ്ങാം. ഇനി ഒരു 1 hour നടപ്പാ. അങ്ങനെ ദേറയുടെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾക്ക് നടക്കാൻ നിൽക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ ഒരു കാരണം, ഈ ഒരു കാഴ്ച നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാൻ നിൽക്കും. നമ്മുടെ കേരളം ഇതുപോലെ ആണെങ്കിൽ എത്ര വർഷങ്ങളെടുക്കണമായിരിക്കും അല്ലേ. ഇത് 2025 കാലം. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോഴും ഒരു പഴഞ്ചൻ സിഗ്നലും റോഡും പാലവും ഒക്കെ എൻ്റെ പൊന്നോ. പക്ഷെ ഇവിടെ ആണെങ്കിലും ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭാഗത്തൊക്കെ നടക്കുമ്പോഴല്ലോ പ്രത്യേക ഒരു സുഖം. എൻ്റെ പൊന്നോ, അത് ഡയറക്റ്റ് തന്നെ അനുഭവിക്കണം. ചുമ്മാ അതാണോ നാട് വിടുന്നത്, എന്നോട് പിള്ളേരെ നാട് വിടുന്നത് ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഡെവലപ്മെൻറ്റും കൂടെ അതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 മിനിറ്റത്തെ നടപ്പാണ്. 10 മിനിറ്റ് എന്ന് വെച്ചാൽ ഒരു 10 അല്ല, അതിലും മേളുണ്ട് ഗൈസ്. 15 മിനിറ്റെങ്കിലും നടന്നിട്ടാണ് ദേറ സിറ്റി സെൻ്റർ. ഏതാ 24 ബസ്സിൽ നിന്ന് അങ്ങോട്ട് നടക്കുന്ന കാര്യമാണ് പറഞ്ഞത്.
എന്നാലും കൊള്ളാം കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഡെസേർട്ട് ഏരിയ ആണെങ്കിലും ഇപ്പം താമസിക്കുന്ന ഒരു നമ്മുടെ പാർക്കില്ലേ, ആ ഏരിയയിൽ നിന്ന് പക്ഷേ ഇഷ്ടംപോലെ ബസ്സുകൾ ദേര, കരാമ, പിന്നെ ജുമേറ, സർത്തുവ, അങ്ങനത്തെ പല സ്ഥലങ്ങൾ നമുക്കിവിടെ പോയിന്റ് ചെയ്തെത്താൻ പറ്റും. പക്ഷേ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം നടന്നങ്ങ് തുടങ്ങുവാണ്. ഓക്കെ, പിന്നെ ഇത് നടന്നിട്ട് ഇനി അപ്പം അതൊക്കെ ഇനി സിറ്റി സെൻറ്ററിലെത്തണം. സിറ്റി സെൻറ്ററിലെത്തിയിട്ടുള്ള കാഴ്ച ഇനി കാണിക്കാം. അപ്പം നമുക്ക് നടന്ന് തുടങ്ങാം. അങ്ങനെ മച്ചാന്മാരെ, നമ്മളങ്ങനെ സിറ്റി സെൻറ്റർ ദേരയിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഈ സിറ്റി സെൻറ്ററിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിറ്റി സെൻറ്റർ മാത്രമല്ല ഇവിടുത്തെ മിക്ക മാളുടെ പ്രത്യേകത, അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൂലു മാളുടെ കൂട്ടല്ല, പുറത്തിറങ്ങാമെന്ന് പറഞ്ഞാൽ നടന്ന് 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 അങ്ങ് കുഴയും. സത്യമുള്ള കാര്യമാണ്. ഞാനിവിടെ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് പറയുകയാണ്. സിറ്റി നമ്മൾ അകത്ത് കയറുമ്പോൾ എല്ലാ റൂട്ടും മനസ്സിലാക്കിയിട്ട് വേണം അകത്ത് കയറാൻ, അല്ലെങ്കിലുണ്ടല്ലോ മക്കളെ പെട്ടുപോകും ശരിക്കും. അങ്ങനെ നമ്മൾ ലൂസിഫർ സിനിമ കാണാൻ അങ്ങനെ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ഷോ. 6:30-ക്കാണ് ഷോ ആരംഭിക്കുന്നത്. കണ്ടില്ലേ, പോസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതും നമ്മുടെ ലാലേട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ എമ്പുരാനിൽ സ്റ്റീഫൻ നെടുമ്പള്ളി AKA അബ്രാം ഖുറേഷി വരുന്നത്. അപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആണ്. ഇനി നമുക്ക് തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറാം. അങ്ങനെ സുഹൃത്തുക്കളെ, ഫുഡ് കഴിച്ചതെന്ന് വെച്ചാൽ ഡിന്നറല്ല കേട്ടോ. 4 മണിക്ക് ഒരു സ്നാക്സ് കഴിച്ചതാണ്. 4 മണിയല്ല, ഒരു 6 മണിയായപ്പോൾ സ്നാക്സ് ഒക്കെ കഴിച്ച് അങ്ങനെ തിയേറ്ററിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ സിനിമയുടെ ഷോ ഇപ്പോൾ ഒരു 5 മിനിറ്റുള്ളിൽ ആരംഭിക്കും. സിനിമ ആരംഭിച്ച് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എങ്ങനെയുണ്ട് ഫസ്റ്റ് ഹാഫിന് കുറച്ച് റിവ്യൂ പറയും കേട്ടോ. ഇപ്പം സിനിമ ആരംഭിക്കാൻ പോകണം. സോ ബൈ. അപ്പം അങ്ങനെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ പുറത്തിറങ്ങി KFC കഴിക്കാൻ വേണ്ടി. KFCയിൽ ഒരു അബദ്ധം പറ്റി. സ്പൈസി ഷവർമ്മയ്ക്ക് സ്പൈസി ചിക്കൻ്റെ വരെ നോൺ സ്പൈസി ഒറിജിനൽ എന്ന് പറഞ്ഞു. എന്തും നമ്പാരം ഞാനും കുഴപ്പമില്ല, ടേസ്റ്റും കാര്യമുണ്ട്. എന്നാലും സ്പൈസി ഉദ്ദേശിച്ചിട്ട് കിട്ടിയത് വേറെ നോർമൽ, ഒറിജിനലുള്ള നോർമലാണ് ഞാൻ ഇന്ന്. സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. പല മിക്സ് റിവ്യൂസ് ആയിരുന്നു അന്നേ രാവിലെ വന്നപ്പോൾ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ചേ കണ്ടുള്ളൂ, പക്ഷെ അങ്ങോട്ട് മിക്സായിട്ട് വന്നേ. പക്ഷെ എന്നാലും എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയില്ല. ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലൊരു മലയാളം പടം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞല്ലോ. കണക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഈ വെടിച്ചിലൊരു മലയാളം സിനിമ കണ്ടിട്ട് 5-6 വർഷമായി. അവസാനം കണ്ടത് ലൂസിഫറാണ്. ഒരു 6 വർഷത്തിന് ശേഷമാണ് എമ്പുരാൻ അതുപോലത്തെ ഒരു വെടിച്ചില് പടം കാണുന്നത്. അപ്പം കാണാൻ നേരത്തേക്കും ലോ എക്സ്പെക്റ്റേഷനേ ഉള്ളായിരുന്നു. കാരണം ഒത്തിരി ഹൈ ആയിക്കഴിഞ്ഞാൽ ചെല്ലുമ്പം പിന്നെ ഉദ്ദേശിച്ച പോലത്തെ റിസൾട്ട് കിട്ടിയിട്ട് ഭയങ്കര ഡിസപ്പോയിൻ്റ്. ഒന്നാമത് ജോലി കഴിഞ്ഞിട്ട് ആണ് പോയി കാണാൻ പോകുന്നത്. മണി ഇപ്പോൾ 10 മണിയായി. ഒന്ന് ആലോചിക്കണം അപ്പോൾ എത്ര സമയം എൻ്റെ പുറകെ പോയെന്നത്. അപ്പം ഞാൻ ലോ എക്സ്പെക്റ്റേഷനാണ്. ഒരു മലയാളം സിനിമ കാണാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോയി കണ്ടപ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ പടം. എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ കിടിലം. ശരിക്കും ഒന്നും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഹോളിവുഡ് പടം കണ്ടൊരു ഫീലായിരുന്നു കിട്ടിയത്. മലയാളം സിനിമ കാണുന്ന ഒരു ഫീല് കിട്ടിയതും കേരളത്തിലുള്ള സീൻസ് കണ്ടപ്പോൾ മലയാളം സിനിമ കാണുന്ന പോലെ തന്നെ ഫീലായി. പക്ഷേ വിദേശ സീനൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് നമ്മുടെ പൃഥ്വിരാജായിട്ട് പണിഞ്ഞു വെച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ കിടിലായിരുന്നു. ഫസ്റ്റ് ഹാഫിലെ സീനാണേലും സീൻ അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലിൽ പിന്നെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സ് ആയപ്പോൾ പൃഥ്വിരാജാണ് അതിൻ്റെ ഹീറോ ആയത്. അപ്പോൾ പണ്ടുള്ളവർക്കറിയാം പൃഥ്വിരാജായിരുന്നു. പിന്നെ അടുത്ത ഈ സ്റ്റോൾ ദ ഷോ എന്നൊക്കെ കേട്ടില്ലേ, അത് തന്നെ പൃഥ്വിരാജ് അവസാനം സീസണിനെ സ്റ്റോൾ ചെയ്തു. പിന്നെ ഉള്ളത് ഇനി L3. അതിൻ്റെ ടൈറ്റിലും കാര്യം വെച്ച് ഞാൻ പറയത്തില്ല, കാരണം സ്പോയിലർ ആയതുകൊണ്ട്. L3 കൺഫേം ആയി. L3യും ഇതുപോലൊരു അടിപൊളി ആവട്ടെ. എന്നാലും മോഹൻലാലിൻ്റെ അടിപൊളി തിരിച്ചു വരവായിരുന്നു സത്യമായിട്ട്. കാരണം കുറേ നാളായിട്ട് മോഹൻലാൽ ഒരുമാതിരി ഔട്ടായ പോലെ ആയിരുന്നു കുറേ നാളായിട്ട്. മോഹൻലാൽ അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഉള്ളത് പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ തോന്നി, ഇത് 200 കോടിയാണ് ചിലവാക്കി, 230 കോടി. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി സിനിമയിൽ കാണാറുണ്ട്. കാരണം ബോളിവുഡിലെ പല പടങ്ങളും 200 കോടി 250 കോടി എന്ന് പറഞ്ഞ് ചിലവാക്കുന്ന 100 കോടി സിനിമ നടന്ന് കിട്ടും. ബാക്കി 150 കോടിക്ക് സിനിമയ്ക്ക് ചിലവാക്കുള്ളൂ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല. 250 കോടി ചിലവാക്കിയത് സിനിമയ്ക്ക് വേണ്ടി തന്നെ.
അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ട്, സിനിമ കാണാൻ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പടം ഇങ്ങനെയാണെങ്കിൽ L3 എന്തുമായിരിക്കും, എന്നാലും ചെയ്യാനേ ഉള്ളൂ. എനിക്ക് പറ്റുമായിരുന്നു ഒന്നോടെ കണ്ടതിന്, പക്ഷെ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി OTT കാണുന്നുള്ളൂ. കാരണം എന്തോ താല്പര്യമില്ല അത്ര തന്നെ. ഇവിടെ 2-3 തവണയൊക്കെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പോക്കറ്റ് കയറി ഒറ്റ തവണയെ പോകാൻ പറ്റുള്ളൂ. നാട്ടിലൊക്കെ ആണെങ്കിൽ 2-3 പ്രാവശ്യം പോകും. 200 രൂപ. ഏതായാലും ഒറ്റ തവണ കണ്ടു. നല്ല ഗംഭീര ആംബിയൻസ് ആയിരുന്നു, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ലിസ്റ്റിലടി, കൈയടി, പിന്നെ കൈകൊട്ട് എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് തിയേറ്ററിൽ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്കാണ്, ചിലപ്പം 10 പേരെ കാണത്തുള്ളൂ. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോകാൻ മടിയായിരുന്നു. അപ്പോൾ ഇന്ന് തിയേറ്ററിൽ പോയപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആദ്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നത്. ശരിക്കും തിയേറ്ററിൽ പോവുകയാണെങ്കിലുണ്ടല്ലോ ഹൗസ് ഫുള്ളായിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വേണം പോകാൻ. ഈ തിയേറ്റർ ഹൗസ് ഫുള്ളായിരുന്നു. ഞാൻ ഇപ്പോൾ സിറ്റി സെൻ്റർ ദേരയിലാണ് വന്നത്. ഹൗസ് ഫുള്ളായിരുന്നു, സൂപ്പറായിരുന്നു. കിടിലെന്ന് പറഞ്ഞാൽ സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു സിറ്റി സെൻ്റർ ദേരയിൽ. അപ്പോൾ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണാം. ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറയത്തില്ല, കാരണം അവർക്കറിയാം ആരൊക്കെ ഇതിനകത്ത് വരുന്നു, ആരൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയി സിനിമ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അതിൻ്റെ അഭിപ്രായം ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയാണെന്ന് വെച്ചാൽ പറയുള്ളൂ. പിന്നെ സംബന്ധിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഇത്ര വർഷങ്ങൾക്ക് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു മലയാളം പടം എൻജോയ് ചെയ്യുന്നു, ലൂസിഫറിന് ശേഷം. സോ ഐ എൻജോയ്ഡ് വെരി വെൽ. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. മാർച്ച് 27 എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ലായിരുന്നു. അത്ര സൂപ്പർ ഡേ തന്നെയാണ് പറയാം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ബൈ.